അർജന്റീന ടീം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ താരങ്ങളെയും പറയും, പക്ഷെ വൺ ആൻഡ് ഓൺലി ലയണൽ മെസ്സി തന്നെയാണ്. എല്ലാവരുടെയും കണ്ണ് മെസ്സിയിലേക്ക് തന്നെയാണ്. കാരണം 6ാമത്തെ ലോകകപ്പിനാണ് ലയണൽ മെസ്സി എത്തുന്നത്. CR7 6 ലോകകപ്പുകൾ എന്നുള്ള സ്വപ്നത്തിലേക്ക് മെസ്സി കടന്നടക്കുകയാണ്. മെസ്സി നയിക്കും അർജന്റീനയെ എന്നുള്ളതാണ്. 26 അംഗ ടീമിനെയാണ് ഇപ്പോൾ അർജന്റീന ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച 1-2 പേരുകളില്ല, പക്ഷെ പുതുമുഖങ്ങളും അതേ സമയത്ത് തന്നെ അനുഭവ സമ്പത്തും ഒരുപോലെ ഒത്തുചേർന്ന ഒരു നിര തന്നെയാണ് കോച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടീം ഒന്ന് പറയാം എന്നുള്ളതാണ്. ആദ്യം തന്നെ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് അർജന്റീനയുടെ വലക്കാക്കുക. അർജന്റീന ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിബു എമിലിയാനോ തന്നെ വലക്കാക്കും. എമിലിയാനോടൊപ്പം തന്നെ ഹുവാൻ മുസയും ജെറോണിമോ റുള്ളിയും ഉണ്ട് ഗോൾ കീപ്പർമാരായി. മികച്ച ഗോൾ കീപ്പർമാരുടെ നിരയാണ്. 3 പേർ എമിലിയാനോ വലക്കാക്കും എന്നുള്ളതാണ്. പ്രതിരോധ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിയനാർഡോ ബല്ലേഡി ഇടത് വിങ്ങിൽ കളിക്കും. അദ്ദേഹം മാർക്കസ് അക്യൂനയ്ക്ക് പകരമാണ് ടീമിലെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം മാർക്കസ് അക്യൂന വളരെ വിശ്വസ്തനായ അർജന്റീനയുടെ പ്രതിരോധ നിര താരമായിരുന്നു. അദ്ദേഹം ഇക്കുറി ടീമിലേക്കില്ല എന്നുള്ളത് ഒരു പക്ഷേ നേരിയ തോതിലെങ്കിലും ആരാധകർക്ക് ഒരു സങ്കടം ഉണ്ടായേക്കും. പക്ഷെ അക്യൂനയ്ക്ക് പകരം ബല്ലേഡി എത്തുന്നു. നിക്കോളാസ് തഗ്ലിയോഫിക്ക ഉണ്ട്, ഗോൺസാലോ മോണ്ടിയൽ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേരോ, നിക്കോളാസ് ഒട്ടാമെന്റി, ഫക്കുണ്ടോ മെദിന, നഹുവൽ മൊളീന. അപ്പോൾ ഒരു ഉഗ്രൻ ടീമാണ് അവിടെ. ക്രിസ്ത്യൻ റൊമേരോയെ അവിടെ വരികയാണ്. കാരണം ക്രിസ്ത്യൻ റൊമേരോ പരിക്കുണ്ടായിരുന്നു, റൊമേരോ കളിച്ചേക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു സാധ്യത ഇനി ആശങ്കയില്ല. റൊമേരോ ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അർജന്റീനയുടെ പ്രതിരോധ നിര കാക്കാൻ റൊമേരോയുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഒട്ടാമെന്റിയുണ്ട്, സ്വാഭാവികമായും ഗോൺസാലോ മൊണ്ടിയാലുണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് നിരയാണ് പ്രതിരോധ നിര അർജന്റീനയുടെ. മധ്യനിരയിലേക്ക് വരുമ്പോൾ ആകർഷകമായ ചില പേരുകളുണ്ട്. ലിയാൻഡ്രോ പരഡേസ്, റോഡ്രിഗോ ഡീപോൾ അവിടെയുണ്ട്, വാലന്റീൻ ബാർക്കോ, ജിയോവാനി ലോസെൽസോയുടെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ പറയാം. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് പരിക്ക് ഉണ്ടായിരുന്നു, തിരികെ പോകേണ്ടി വന്നിരുന്നു. ലോസെൽസോ ഇക്കുറി ലോകകപ്പ് കളിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. പലാസിയസ് എത്തുന്നു, എസോക്കൽ പലാസിയസ് എത്തുന്നു. അലക്സിസ് മക്കാലിസ്റ്റർ ഉണ്ട്, വിശ്വസ്തനായ ഒരു മധ്യനിര, കളി നെയ്യുന്ന ഒരു താരമാണ്. എൻസോ ഫെർണാണ്ടസ്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു ആരാധകർക്ക് നിരാശപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിര അവിടെയുണ്ട്. ഡീപോൾ ഉണ്ട്. ഡീപോൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മെസ്സി ആരാധകർക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരു പേരാണ് ഡീപോൾ. മെസ്സി ഡീപോൾ കോംബോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമാണ്. മെസ്സിക്ക് ഒരു ഗ്രൗണ്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന ഡീപോൾ അവിടെ മധ്യനിരയിൽ കളി നെയ്യാനുണ്ട്, മെസ്സിക്ക് പന്തെത്തിച്ച് നൽകാനുണ്ട് എന്നുള്ളതാണ്. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോഴാണ് ഹൂലിയൻ അൽവാരസ്, ലയണൽ മെസ്സി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൺ ആൻഡ് ഓൺലി ലയണൽ മെസ്സി ഉണ്ട്. നിക്കോളാസ് ഗോൺസാലസ്, തിയാഗോ അൽമാഡ പ്രതീക്ഷിച്ച പേരാണ്. പുതുമുഖ താരമാണ്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, അർജന്റീനയുടെ ഒരു പുതു നിരയിലെ ഏറ്റവും പ്രതിഭയുള്ള താരങ്ങളിൽ ഒരാളാണ് തിയാഗോ അൽമാഡ.